മുൻ പാകിസ്ഥാൻ നായകൻ ഇമ്രാൻഖാന് മാനുഷിക പരിഗണനയും മികച്ച ചികിത്സയും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇതിഹാസ താരങ്ങൾ. ഇന്ത്യയുടെ കപിൽ ദേവും സുനിൽ ഗവാസ്കറും ദിലീപ് വെങ്സർക്കാറും അടക്കം 21 മുൻ നായകന്മാരാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് കത്തയച്ചത്. ഇമ്രാൻഖാന്റെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടെന്നും കോടതി നിർദ്ദേശിച്ച മെഡിക്കൽ പരിശോധന തടസ്സമില്ലാതെ പൂർത്തിയാക്കണമെന്നും ഇതിഹാസ താരങ്ങൾ ആവശ്യപ്പെട്ടു. വലതു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതായി റിപ്പോർട്ടുള്ളതിനാൽ ഇമ്രാൻഖാന്റെ സ്വന്തം ഡോക്ടർമാർ ഉൾപ്പെടുന്ന സ്വതന്ത്ര മെഡിക്കൽ ബോർഡിനെ പരിശോധന പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി പുനഃസ്ഥാപിച്ച പ്രതിവാര കുടുംബ സന്ദർശനം തടസ്സപ്പെടുത്തരുതെന്നും പരിശോധനയിൽ നിർദ്ദേശിക്കുന്ന ചികിത്സ ഉടൻ നൽകണമെന്നും കത്തിൽ പറയുന്നു. ഫോമുല 1-ൽ പ്രതീക്ഷ സജീവമാക്കി നിലവിലെ ചാമ്പ്യൻ ലാൻഡോ നോറിസ്. ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്ക് പിന്നാലെ ഡച്ച് ഗ്രാൻഡ് പ്രിയിലും കിരീടം സ്വന്തമാക്കി. കിമി ആന്റോണിലിയും ജോർജ് റസലും 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. പുതിയ സീസണിലെ ആദ്യ അംഗത്തിൽ സ്പാനിഷ് ലീഗിൽ ഗോൾ മഴ തീർത്ത ബാഴ്സലോണ എൽഷയെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്തു. റഫിനയും ഫെർമിൻ ലോപ്പസും ബാഴ്സയ്ക്കായി ഇരട്ട ഗോളുകൾ നേടി. കരീം അദേമിയാണ് ബാഴ്സയുടെ മറ്റൊരു ഗോൾ നേടിയത്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ വിയാറയൽ സമനിലയിൽ തളച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ നിസ്സാരവൽക്കരിച്ച ഗോൾഫ് പരസ്യം വിവാദമായതിന് പിന്നാലെ പരസ്യം പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് ഗുഡ് ഗുഡ്. ഗോൾഫ് ക്ലബ്ബ് നിർമ്മാതാക്കളായ കലവയ്ക്കാണ് ഗുഡ് ഗുഡ് തയ്യാറാക്കിയ പരസ്യത്തിലാണ് സ്ത്രീയെ നിലത്തേക്ക് തള്ളിയിടുന്ന രംഗമുണ്ടായത്. ഗുഡ് ഗുഡ് സഹസ്ഥാപകൻ ഗാരറ്റ് ക്ലാർക്ക് പ്രൊഫഷണൽ ഗോൾഫ് താരം അലക്സ് മ്യൂസ്റ്റോവിസ്കിയെ തള്ളിയിട്ട ശേഷം തന്റെ പുതിയ ഡ്രൈവറിൽ തുടരുത് എന്ന് പറയുന്ന രംഗം പരസ്യം പുറത്തുവന്നതിന് പിന്നാലെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ നിസ്സാരവൽക്കരിക്കുന്നതാണെന്ന് ആരോപിച്ച് വ്യാപക വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെ പരസ്യം നീക്കം ചെയ്ത ഗുഡ് ഗുഡ് സംഭവത്തിൽ മാപ്പ് പറഞ്ഞു. ഗോൾഫിനെ എല്ലാവർക്കും കൂടുതൽ ഉൾക്കൊള്ളാവുന്ന കായികമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കമ്പനി വ്യക്തമാക്കി. പുതിയ സീസണിലെ ആദ്യ അംഗത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയത്തുടക്കം. ബേൺമൌത്തിനെ 1-നെതിരെ 2 ഗോളിനാണ് സിറ്റി തോൽപ്പിച്ചത്. മാഗുഹിയും ജോസ്കോ ഗ്വാഡിയോളയുമാണ് സിറ്റിക്കായി വലകുലുക്കിയത്. ലിവർപൂളിനെ ന്യൂകാസിൽ യുണൈറ്റഡ് സമനിലയിൽ പിടിച്ചുകെട്ടി. ഫ്രഞ്ച് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ PSG സമനിലയോടെ തുടക്കം. റെന്നേഴ്സാണ് PSG പിടിച്ചുകെട്ടിയത്. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം PSG തിരിച്ചടിക്കുകയായിരുന്നു. ഫെറാൻ ടോറസാണ് PSG വലകുലുക്കിയത്.